നമസ്കാരം. കുറച്ച് നാളായി ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മൾ മില്ലറ്റ്സിൻ്റെ റെസിപ്പീസ് ഒന്നും അധികം ചെയ്യാറില്ല. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മില്ലറ്റ് റെസിപ്പിയാണ്. മില്ലറ്റ്സ് എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളും എന്താണെന്നും ഒക്കെ അറിയേണ്ടവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അതുപോലെ ഓരോ മില്ലറ്റ്സും വെച്ചിട്ടുള്ള കുറച്ച് റെസിപ്പീസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആവശ്യമുള്ളവർ വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇന്ന് ചെയ്യുന്നത് റാഗി വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ്. 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കുട്ടികൾക്ക് പറ്റുന്ന റെസിപ്പീസാണ് ഞാൻ കൂടുതലും ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ച് മഴയുടെ നോയ്സ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹൽവ ഉണ്ടാക്കാനായിട്ട് അതിലേക്കുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. ഞാൻ ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത്. മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത്. ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുന്നത് അതിൽ തന്നെ ബാക്കിയെല്ലാം അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിപ്പോൾ 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കണേ. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഇവിടെ നല്ല മഴക്കാറുണ്ട്, അതുകൊണ്ട് വീഡിയോയിൽ ലൈറ്റ് ഇത്തിരി കുറവാണ്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണ് ഗ്യാസ് ഓൺ ചെയ്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരണം. ശർക്കര പൊടിയായിട്ടില്ലെങ്കിൽ ചീകി എടുത്താലും മതി, അല്ലെങ്കിൽ വലിയ കട്ടകളാണെങ്കിൽ ഒന്ന് ഇടിച്ച് എടുത്താലും മതി. നമ്മളെന്തായാലും ഉരുക്കിയെടുക്കുകയാണല്ലോ. ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ലൈറ്റ് അധികം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഈ ഗ്യാസിൽ നിന്ന് മാറ്റാണ്. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ട് ഒരു അടികട്ടിയുള്ള പാത്രം വെച്ച് കൊടുക്കാം. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നെയ്യാണ് നമുക്ക് വേണ്ടത്. 1/2 മുതൽ 3/4 കപ്പ് വരെ ചേർക്കാം. 1/2 കപ്പ് മതിയാവും. അപ്പോൾ അത് ചേർത്തിട്ട് നിങ്ങൾക്ക് ഇനി അണ്ടിപ്പരിപ്പോ അങ്ങനത്തെ വല്ല ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉള്ളിൽ കടിക്കാനായിട്ട് അങ്ങനെ വല്ലതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. റാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ്. നമ്മൾ ശർക്കര എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് റാഗി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. റാഗിയുടെ ആ പച്ചമണം ഒന്ന് മാറിപ്പോണം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് റാഗി. ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ അലിയിച്ച് വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നത്. ചൂടോടുകൂടെയുള്ള പാനി തന്നെയാണ് ചേർത്തത്. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ശർക്കര പാനിയാക്കി വെച്ച് ഞാനൊന്ന് അരിച്ചെടുത്തിരുന്നു. ഇത് നന്നായിട്ട് കൈവിടാതെ ഇളക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് കട്ട പിടിച്ച് തുടങ്ങും റാഗി ആയതുകൊണ്ട്. അധികം സമയമൊന്നും വേണ്ട, നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് റെഡിയാവും. ഇതുപോലെ തന്നെ റാഗി മുഴുവനോടുള്ള റാഗി വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കാം. അതാവുമ്പോൾ കുറച്ച് പണിയുണ്ട്. അത് നമ്മൾ വെള്ളത്തിലിട്ട് അതിൻ്റെ പാലെടുത്തിട്ടാണ് ഹൽവ ഉണ്ടാക്കുക. അത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിക്കാം. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പൊടി വെച്ചിട്ട്. അപ്പോൾ ഏലക്കാപ്പൊടി വേണ്ടവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരും. ഇപ്പോൾ വേണം നമ്മളിത് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല മാസമായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വന്നു തുടങ്ങി. ഒരു 10 മിനിറ്റ് ആവാറാവുന്നേ ഉള്ളൂ നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അത്രയ്ക്കും പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്. ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ എണ്ണ തടവി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഈ ഹൽവ ഇട്ട് കൊടുക്കുന്നത്. സെറ്റായിട്ട് വരണം. നമുക്ക് നന്നായിട്ട് പരത്തി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. നമ്മളല്ലെങ്കിൽ അവർ റാഗി കഴിക്കില്ല. ഇതാകുമ്പോൾ റാഗിയാണെന്നൊന്നും മനസ്സിലാവില്ല. നന്നായിട്ടൊന്ന്
സെറ്റായി വരട്ടെ. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലേക്കൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് സെറ്റായിട്ട് വരും. ഹൽവ കുറച്ച് നേരം വെച്ചപ്പോൾ നന്നായി കട്ടായി വന്നിരുന്നു. അപ്പം ഞാനത് കട്ട് ചെയ്ത് എടുത്തു. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതുപോലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.